ഹൗ ടു റെഡ്യൂസ് സോഷ്യൽ മീഡിയ യൂസേജ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിലെ പ്ലാനും നല്ലൊക്കെ റെഡിയാക്കി തരുന്നു. 15ഓളം മണിക്കൂർ എനിക്ക് ഡെയിലി സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ആക്കി എടുത്ത് വെച്ചെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ സ്ക്രീൻ ടൈമിങ് 15 മണിക്കൂറുള്ളത് 1 മണിക്കൂറാക്കി ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ തിങ്കിങ് വാസ് മൈ മെയിൻ പ്രോബ്ലം. ഹലോ ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പ് ചാനലും ടെലിഗ്രാം ചാനലും പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ടന്റ് ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പോൾ ചെയ്തതാണ് സോഷ്യൽ മീഡിയ യൂസേജ് എങ്ങനെ ഈ ലാസ്റ്റ് 3 മന്തിൽ എങ്ങനെ കുറക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്നുണ്ടാവും, യൂട്യൂബിൽ ഷോർട്സ് കാണുന്നുണ്ടാവും, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടൊക്കെ ടൈം കളയുന്നുണ്ടാവും. ഓക്കെ, ഈ സെയിം ഫേസിൽ ഞാനും കടന്നു പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൗ ടു റെഡ്യൂസ് സോഷ്യൽ മീഡിയ യൂസേജ് എന്ന് പറഞ്ഞിട്ട് ആ കണ്ടന്റാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിലെ പ്ലാനും നല്ലൊക്കെ റെഡിയാക്കി പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. ആദ്യത്തെ 5 മിനിറ്റിൽ എന്ത് ചെയ്യാം, എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ജേണി. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ഞാൻ സത്യം പറഞ്ഞാൽ കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പോൾ കൊറോണ ടൈമിൽ +2 ഒക്കെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും പഠിക്കില്ല. അതായത് ഫുൾ ടൈം മൊബൈൽ ഫോണിലായിരുന്നു. അങ്ങനെ മൊബൈൽ ഫോണിൽ ഒരു 14 ഹവറോളം അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ജേണി ഞാൻ സ്റ്റാർട്ട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി 15ഓളം മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 15ഓളം മണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ടൈം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 15ഓളം മണിക്കൂർ സ്ക്രീൻ ടൈം ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താ വെച്ചാൽ കണ്ടിന്യൂസ് മൊബൈലിൽ, അതായത് മൊബൈൽ ഫോണിൽ ഇരിക്കുക, ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ഗെയിം കളിക്കുക, യൂട്യൂബിൽ വീഡിയോസ് കാണുക, ഷോർട്സ് കാണുക, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുക, പിന്നെ അങ്ങനത്തെ ഓരോ പരിപാടികളായിട്ടായിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, ഇപ്പോൾ ഇതൊക്കെ നീറ്റിന് കയറുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതിന് മുന്നത്തെ കാര്യമാണ്. പക്ഷേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ 15ഓളം മണിക്കൂർക്ക് സ്ക്രീൻ ടൈം ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കണ്ടിന്യൂ ചെയ്തതിന് മുന്നേ നിങ്ങൾക്ക് ടെല്ല ക്ലാസ്സസിൻ്റെ പുതിയൊരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം. പവർ ബാങ്ക് സീരീസ് എന്നാണ്. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം. റിവിഷൻ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്ക്ലി റിവൈസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഓരോ സീരീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അവർ നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അപ്രോച്ച് ആയിരിക്കും. ഇത് മാത്രമല്ല, ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എക്സാംസും എഴുതണം. അപ്പോൾ അവർ റിവിഷൻ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, RTS. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് അത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ DPPs നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. സബ്ജക്ട് വൈസ് ടെസ്റ്റും ഇതിൽ അവൈലബിൾ ആണ്. PDF ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നീറ്റിന് ചോദിക്കാവുന്ന മെജോറിറ്റിയോ അധിക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സസ് ഒക്കെ ഒന്നല്ലെങ്കിൽ മെഡിക്കോസോ അല്ലെങ്കിൽ നീറ്റ് എക്സ്പേർട്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ക്ലാസ്സും ബേസിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നീറ്റിന് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 749 rupees ആണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ കോഴ്സാണ് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നീറ്റ് ക്രാക്ക് ചെയ്യുക. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്ത് കുറച്ച് മെത്തേഡുകൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ റിപ്പീറ്റിന് ചേർന്ന ടൈമിൽ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ചെയ്തത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എടുത്ത് വെച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അന്ന് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വരും. അതായത് നീറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരിക. അപ്പോൾ അതൊന്നും എനിക്ക് അപ്പോൾ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മെൻറ്റേഴ്സ് വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെൽഫിലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ സത്യം പറഞ്ഞാൽ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഒരു ദിവസം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴൊക്കെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇതുപോലത്തെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാക്കി പഠിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ജേണി പറഞ്ഞു തരുന്നത്. ഓക്കെ, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എടുത്ത് വെച്ചു. പിന്നെ മൊബൈൽ ഫോൺ എനിക്ക് എടുക്കണം, അതായത് നമ്മൾ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ നോക്കണം,
നമുക്ക് എന്തെങ്കിലും നീറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നോക്കണം, മോട്ടിവേഷൻ വീഡിയോസ് ചിലപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കാണും വേണം. അപ്പോൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്തു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും, അതൊക്കെ നോക്കും. പിന്നെ വേറെ എന്തെങ്കിലും എക്സാംസ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ വേറെ എന്താ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിട്ടിക്കിട്ട് പോയാൽ പോരെ, അപ്പോൾ തന്നെ ഒരു സൊല്യൂഷനും കിട്ടും. ഞാൻ നീറ്റ് പ്രെപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നിങ്ങളിപ്പോൾ ഏതിലൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഷോർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രം അപ്പം തന്നെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വീണ്ടും എടുത്ത് വെച്ചു. അതാണ് എൻ്റെ ജേണി എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞു, ഈ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 2-3 മാസമൊക്കെ അപ്ലിക്കബിൾ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. അതായത് വീണ്ടും മൊബൈൽ ഫോൺ എടുത്തു. പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി എടുത്ത് വെച്ചതൊക്കെ പിന്നെ വീണ്ടും ഷെൽഫിൽ പോയിട്ട് എടുക്കും. പിന്നെ വീണ്ടും സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ലാപ്പ് ഉണ്ടായിരുന്നു. ലാപ്പിൽ ഒരുപാട് കാണും. പിന്നെ എന്താ പറയുക, മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതിലൊക്കെ, അതായത് യൂട്യൂബിലൊക്കെ, മെയിൻലി യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ട് ടൈം കളി. അപ്പോൾ വീണ്ടും എൻ്റെ സ്ക്രീൻ ടൈമിങ് 15 മണിക്കൂറുള്ളത് 1 മണിക്കൂറാക്കി ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഏകദേശം ഒരു 5 to 6 അവർ ഡെയിലി ആയി. 5 to 6 അവർ, ഓക്കെ, 5 to 6 അവർ ഉള്ളൂ. വീണ്ടും 15 മണിക്കൂറൊന്നും ആയിട്ടില്ല, 5 to 6 അവർ. കാര്യം നമുക്ക് ക്ലാസ്സും കാണണമല്ലോ. ഓക്കെ, അപ്പോൾ ക്ലാസ് കാണാം, പിന്നെ ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യാതെ നേരെ മൊബൈൽ ഫോൺ. ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു മൊബൈൽ ഫോണിൽ. പിന്നെ എന്ത് ചെയ്തു, കുറച്ച് നമ്മൾ കഴിയുമ്പോൾ സാധാരണയായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കും. എത്രയും പൈസ കൊടുത്ത് പഠിക്കണം, അപ്പോൾ നമുക്ക് നീറ്റ് ഈ വർഷം ക്രാക്ക് ചെയ്യണം എന്നൊക്കെ അടുക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു, മൊബൈൽ ഫോൺ എടുത്തു വെച്ചു. മൊബൈൽ ഫോൺ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്. നമ്മൾ കണ്ട റീൽസും അതുപോലെ തന്നെ ഷോർട്സ്, യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ കനോട്ട് കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്, ഐ കനോട്ട് ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അപ്പോൾ എന്ത് ചെയ്തു, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഇതാണ് മൊബൈൽ ഫോൺ കൂടുതൽ ടൈം യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം. അത് മെയിൻലി നീറ്റ് ആസ്പിറൻസ്. ഓക്കെ, അപ്പോൾ ഓവർ തിങ്കിങ് പ്രോബ്ലം, ഭയങ്കര പ്രോബ്ലം. ഇത് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ല, ഭയങ്കര പ്രോബ്ലമാണ്. ഒഴിവാക്കാൻ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫോക്കസ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഓവർ തിങ്കിങ് വാസ് മൈ മെയിൻ പ്രോബ്ലം. യെസ്, ഡെഫിനറ്റ്ലി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചു. വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 25 മിനിറ്റ് പഠിക്കും, 25 മിനിറ്റ് ഐ വിൽ ബി സ്റ്റഡിയിങ്, ദെൻ 5 മിനിറ്റ് ബ്രേക്ക്. 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മൊബൈൽ ഫോൺ എടുത്തു വെച്ചു, ആദ്യത്തെ പോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കി എടുത്തു വെച്ചു. ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രം യൂസ് ചെയ്തു. 25 മിനിറ്റ് പഠിക്കും, 5 മിനിറ്റ് ജസ്റ്റ് റൂമിലിടുന്ന വാക്ക് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്യും, റൂമിലൂടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യും. ആ ടൈമിൽ 5 മിനിറ്റിൽ എന്ത് ചെയ്യും, ജസ്റ്റ് കുറച്ച് വെള്ളം കുടിക്കും. അപ്പോൾ ഈ റൂമിലൂടെ ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും വീണ്ടും നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് റീകളക്ട് ചെയ്യാനും ഓവർ തിങ്കിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് അവിടെ തന്നെ സോൾവ് ആയി. ഓക്കെ, ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏതിലൊക്കെ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പം നിങ്ങളുടെ സ്റ്റഡീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ വീണ്ടും അതായത് ഒക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് നീറ്റ് എടുക്കാനായി. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്തു. അതിൽ അപ്ഡേറ്റ്സ് വാട്സപ്പിൽ നീറ്റിൻ്റെ ഗ്രൂപ്പിലത്തെ അപ്ഡേറ്റ്സ് നോക്കി ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു. ഇനോർഗാനിക് കെമിസ്ട്രി, ബയോളജിത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തേക്കും. ഓക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എടുത്തേക്കും. പിന്നെ ഭയങ്കര ഹാപ്പി ആയി. കാര്യം നമുക്ക് കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോൾ. കാര്യം എക്സാമിൻ്റെ ചൂട് വന്നു അല്ലേ, എക്സാമിൻ്റെ ചൂട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയായി. മൊബൈൽ ഫോണൊക്കെ എടുത്തേച്ചു. ലാവിഷായിട്ടും അടിപൊളിയായിട്ട് ഡെയിലി ഒരു 12 ഹവറോളം പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 14 ഹവർ ഇരുന്ന് കഴിഞ്ഞാൽ 12 ഹവറോളം നമുക്ക് പഠിക്കാൻ പറ്റും. യെസ്, 14 ഹവേഴ്സ് ഓഫ് സ്റ്റഡി കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എങ്ങനെ മൊബൈൽ ഫോൺ യൂസേജ് കുറക്കാൻ പറ്റും? ഒരുപാട് സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. എനിക്ക് 15ഓളം മണിക്കൂർ സ്ക്രീൻ ടൈം ഉള്ളത് 1 ഹവറായിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്യും. ഞാൻ ഉപയോഗിച്ച മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എടുത്ത് വെച്ചു. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എടുത്ത് വെക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൻ്റെ ഗ്രൂപ്പ് ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ, അതായത് രാവിലെ ഒരു 10 മിനിറ്റ് യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. നോർമലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. രാവിലെ ഒരു 10 മിനിറ്റ് ജസ്റ്റ് എണീച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഗ്രൂപ്പിൽ എന്തെങ്കിലും വന്നോ നോക്കും. പിന്നെ അതിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എടുത്ത് വെക്കും, ഷെൽഫിൽ എടുത്ത് വെക്കും, ലോക്ക് ചെയ്ത് വെക്കും.
ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എടുത്ത് വെക്കും. വൈകുന്നേരം ടീ എന്തെങ്കിലും കുടിക്കുമ്പോൾ നോർമലി യൂസ് ചെയ്തിട്ടില്ല, എന്നാലും എപ്പോഴും അത്യാവശ്യം മുമ്പ് യൂസ് ചെയ്തു. പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഈ ഒരു ഏകദേശം ഒരു 4 ഗ്യാപ്പിലായിരുന്നു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഏകദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോട് അതായത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര കൺട്രോൾ ചെയ്താലും ഞായറാഴ്ച എക്സാം കഴിഞ്ഞാൽ ഞാൻ അന്ന് രാത്രി ഫുൾ മൊബൈൽ ഫോണിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ലാസ്റ്റത്തെ 3 മന്തും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, കാര്യം ഇതൊക്കെ നിങ്ങളെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പിൽ മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. മൊബൈൽ ഫോൺ യൂസ് ചെയ്താലും ചെയ്യാത്തവർക്കൊക്കെ ഓവർ തിങ്കിങ് ഉണ്ടാവും. ഈ ഓവർ തിങ്കിങ് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഒന്നും ഇങ്ങനെ ചെയ്യുക, അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ഈ ഒരു രീതിയിൽ സെറ്റാക്കി മുന്നോട്ട് പോയാൽ മതി. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ 5 മിനിറ്റ് ബ്രേക്കിൽ വെള്ളം കുടിക്കുക, റൂമിലൂടെ ഒന്ന് വാക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പോൾ മൊബൈൽ ഫോൺ യൂസേജ് എങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് സെറ്റാക്കി പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് അതാണ്. കാര്യം സോഷ്യൽ മീഡിയ യൂസേജ് വളരെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഗ്യാപ്പിലൊക്കെ റെഡിയാക്കുക. പിന്നെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് നീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഒരുപാട് ടൈം മൊബൈൽ ഫോണിൽ വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്നലെ വരെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്തു, ഇപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നത് വരെ ഒരുപാട് ടൈം മൊബൈൽ ഫോൺ യൂസ് ചെയ്തു വിചാരിച്ച് യാതൊരു പ്രശ്നം നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. കാര്യം ഇപ്പം തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എടുത്ത് വെക്കുക, ഷെൽഫിൽ എടുത്ത് വെക്കുക, നേരെ സ്റ്റഡീസിലോട്ട് പോവുക, പഠനത്തിലോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി ഒരു 14 ഹവറിന് പ്ലാൻ ഇട്ടിട്ട് ഡെയിലി 12 ഹവർ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഷുവറാണ്. നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്.